Hello, my dear students. Today is the third lecture of C programming. In this lecture, we are familiarizing with integrated development environments, that is means IDE and C program execution. IDE അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. IDEs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സി പ്രോഗ്രാം അല്ലെങ്കിൽ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് അത് റൺ ചെയ്ത് കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടാൻ ഉപയോഗിക്കുന്ന ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെയും സോഫ്റ്റ്വെയർസിന് നമ്മൾ IDEs എന്ന് പറയും. IDEsൽ എന്തുണ്ടാവും? ഒരു എഡിറ്റർ ഉണ്ടാവും. ആ എഡിറ്ററിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അത് നമുക്ക് അവിടെ തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. റൺ ചെയ്യുന്ന പറഞ്ഞാൽ അത് കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലെ എററൊക്കെ നമ്മൾ തിരുത്തും. ആഫ്റ്റർ ദ കമ്പൈലേഷൻ വി നീഡ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. അതായത് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യണം, അതിനെ പ്രവർത്തനരഹിതമാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സിക്യൂഷൻ, അതായത് റണ്ണിങ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സിക്യൂട്ടിംഗ് എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ സംവിധാനങ്ങളുള്ള എല്ലാ ഫങ്ഷനാലിറ്റീസും ഉള്ള ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ IDE എന്ന് പറയാം. അതേപോലെ സി പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് IDEs ഉണ്ട്. ആസ് എ പ്രോഗ്രാമർ വി നീഡ് ടു നോ അബൌട്ട് ദ IDEs. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നത് കുറച്ച് കാര്യങ്ങളാണ്. ഫെമിലറൈസേഷൻ ഓഫ് IDE, എങ്ങനെ IDE ഇൻവോക്ക് ചെയ്യാം, എങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്യാം, എങ്ങനെ സി പ്രോഗ്രാം റൺ ചെയ്യാം, സേവ് ചെയ്യാം, കമ്പൈൽ ചെയ്യാം, അതേപോലെ എക്സിക്യൂട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഇസ് IDE. An IDE is a software. Integrated Development Environment is a software application that helps programmers develop software code efficiently. അതായത് പ്രോഗ്രാം കോഡ് വെച്ച് നമുക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷനെയാണ് നമ്മൾ IDE എന്ന് പറയാം. It increases the developer productivity by combining capabilities such as software editing, building, testing, packaging in an easy use to application. അതായത് എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാനും, അതായത് അത് കമ്പൈൽ ചെയ്ത് വെക്കാനും, അത് ടെസ്റ്റ് ചെയ്യാനും, അത് എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലേക്ക് വരുമ്പോഴാണ് അതിന് IDE എന്ന് പറയാം. സാധാരണ കേസിൽ IDE ഇല്ലാതെ നമുക്ക് ചെയ്യാം. അതൊരു നോട്ട് പാഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു കമ്പൈലർ ഉപയോഗിച്ച് കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്തെടുക്കാൻ പറ്റും. ജാവയൊക്കെ സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, നമുക്ക് IDE ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് സിക്ക് ഓൾറെഡി ഒരുപാട് IDE ഉണ്ട്. നമ്മൾ മെയിനായിട്ട് വിൻഡോസിലാണ് ഇങ്ങനത്തെ IDE ഉപയോഗിക്കുക. ലിനക്സിലാണ് നമ്മൾ ഡയറക്റ്റാണ് ചെയ്യുക. അത് നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആസ് റൈറ്റേഴ്സ് യൂസ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ്, അതായത് സാധാരണ കണ്ടന്റ് റൈറ്റേഴ്സ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അതേപോലെ അക്കണ്ടൻറ്റ് യൂസ് സ്പ്രെഡ്ഷീറ്റ്സ്, അതേപോലെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് യൂസസ് IDEs ടു ഡെവലപ്പ് softwares that make their job easier. Okay, that is the IDE. IDE എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. Some of the popular C IDEs, that is the first one is Turbo C++. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു IDE ആണ്. ഇപ്പോൾ ഉള്ള സിയുടെ എല്ലാ IDEsഉം C++നും കൂടിയുള്ളതാണ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ C ആണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം നെയിം ഡോട്ട് C, അല്ല C++ ആണെങ്കിൽ പ്രോഗ്രാം നെയിം ഡോട്ട് C++. ആ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഈ കമ്പൈലർ എന്ന് പറയുന്നത് സിയും C++ഉം കമ്പൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പൈലർ ആയിരിക്കും ഈ IDEsലൊക്കെ ഉണ്ടാവുക. ദ സെക്കൻഡ് വൺ ഈസ് മോസ്റ്റ് പോപ്പുലർ നവഡേയ്സ്, ദാറ്റ് ഈസ് കോഡ് ബ്ലോക്സ്. തേർഡ് വൺ ബോർലാൻഡ് C++. നമുക്ക് ഏതെങ്കിലും IDE യൂസ് ചെയ്താൽ മതി. നമ്മളെ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോഡ് ബ്ലോക്കാണ്. ടർബോ C++ഉം ഉണ്ട്. ഓക്കെ, വിൻഡോസിൽ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനത്തെ IDEs യൂസ് ചെയ്യുന്നത്. ഇഫ് ഇറ്റ് ഈസ് ഇതാണ് കോഡ് ബ്ലോക്സിൻ്റെ ഒരു ഫ്രെയിമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഫയലുണ്ട്, നമുക്ക് ഫയൽ എടുക്കാം, എഡിറ്റ്, വ്യൂ, സെർച്ച്, പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യുമുലേറ്റീവായി ചെയ്യാനുള്ള പ്രൊജക്റ്റിൻ്റെ ഓപ്ഷനുണ്ട്. ബിൽഡ്, നമ്മൾ കമ്പൈൽ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡീബഗ് എന്നുള്ള ഓപ്ഷനുണ്ട്, നമുക്ക് എറർ ഡിറ്റക്ട് ചെയ്യാൻ. ഈ ബിൽഡിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് കമ്പൈലേഷൻ, എക്സിക്യൂഷൻ ഒക്കെ ബിൽഡിനാണ് വരുന്നത്. അതേപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഒരു ഗ്രീൻ കളറിൽ നമുക്കവിടെ കാണാൻ പറ്റും. അതും ഇതേ എക്സിക്യൂഷനാണ് നടത്തുന്നത്, റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ബിൽഡിൻ്റെ സിമ്പിളുണ്ട്. അപ്പോൾ സിമ്പിൾ ഉപയോഗിച്ചിട്ടും ഡയറക്റ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.
അതിൽ കാണാൻ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് sum.c, addition of two numbers-ൻ്റെ ഒരു പ്രോഗ്രാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ നമുക്ക് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കാം. And next we are going to what are the steps in the execution of C program. C പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനിൽ എന്തൊക്കെ സ്റ്റെപ്പ് ഉണ്ടെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് we just type or write the source code. അതായത് സി പ്രോഗ്രാമിൻ്റെ കോഡ് നമ്മൾ റൈറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് യൂസിങ് എഡിറ്റർ ഓർ ഇൻ IDE. ഓക്കെ, എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് എഡിറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ കൂടെ ഒന്നും ഉണ്ടാവില്ല. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രിപ്രോസറും കമ്പൈലർ ലിങ്കർ ലോഡർ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത ഒരു ബൾക്ക് സോഫ്റ്റ്വെയറിനാണ് IDE എന്ന് പറയുന്നത്. അപ്പോൾ IDEയുടെ എഡിറ്റർ ആവാം, അല്ലെങ്കിൽ വേറൊരു എഡിറ്റർ ആവാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എഡിറ്റർ ചെയ്തു, അതിൽ നമുക്ക് ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമ്മളതിനെ സേവ് ചെയ്യും. എങ്ങനെയാണ്? സോഴ്സ് കോഡ് സേവ്സ് ആസ് .c ആൻഡ് ഹെഡേഴ്സ് ആർ .h എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ പ്രോഗ്രാമിനെ നമ്മൾ സേവ് ചെയ്യുക .c എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക. ദെൻ ദ പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ ദർ ആർ സം പ്രീ പ്രോസസ്സേഴ്സ് ബിഫോർ ദ പ്രോഗ്രാം എക്സിക്യൂഷൻ. നമ്മൾ ഹാഷ് ഇൻക്ലൂഡ്, ഹാഷ് ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായി കൊടുക്കുന്ന കാര്യങ്ങളാണ് പ്രീ പ്രോസസ്സർ എന്ന് പറയാം. അതിനുശേഷം therefore that include files are and these files are replaced with symbols. അതിനെ നമ്മൾ സിമ്പിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. Then the third process is the compiler. The compiler do the compilation. കമ്പൈലേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്രീ പ്രോസസ്സറായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. Then after the compilation we will get the obj file. ഈ പ്രോഗ്രാമിനെ പ്രീ പ്രോസസ്സർ ചെയ്തതിന് ശേഷം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? .c എന്നുള്ള ഫയലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഫയലാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ ഒബ്ജക്റ്റ് ഫയലാക്കി മാറ്റി കഴിഞ്ഞാൽ വിൻഡോസിലൊക്കെ ആണെങ്കിൽ നമുക്ക് .obj എന്നുള്ളൊരു ഫയൽ കിട്ടും. ആ പ്രോഗ്രാം നെയിംഡ് വിത്ത് .obj എന്നുള്ളൊരു ഫയൽ കിട്ടും. വിൻഡോസിലാണെങ്കിൽ ലിനക്സിലൊക്കെയാണ് .o എന്നുള്ള പേരിലാണ് നമുക്ക്, അതിൻ്റെ എക്സ്റ്റൻഷനിലാണ് നമുക്ക് കിട്ടുക. ദാറ്റ്സ് ഔട്ട്പുട്ട് ഫയൽ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒബ്ജക്റ്റ് ഫയലാണ്. ആഫ്റ്റർ ദാറ്റ് ഈസ് കണക്റ്റിംഗ് ടു ദ ലൈബ്രറീസ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഏതാണോ സോഫ്റ്റ്വെയർ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന എക്സിക്യൂഷൻ സോഫ്റ്റ്വെയറിൻ്റെ കണക്ട് ചെയ്യും. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത് ലിങ്കർ എന്നുള്ള സാധനത്തിലാണ്. അപ്പോൾ ലിങ്കർ ഈസ് കണക്റ്റഡ് ലൈബ്രറീസ് ഫോർ എക്സിക്യൂഷൻ. ആഫ്റ്റർ കണക്റ്റിംഗ് linking libraries, that is a static .lebs libraries, it's converted into exe file ആയി മാറും. ഓക്കെ, exe ഫയലാണ് നമ്മൾ വിൻഡോസിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ലിനക്സിലാണെങ്കിൽ അത് വേറെ രീതിയിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് exe ഫയലിലേക്ക് നമ്മൾ ലോഡർ കൊടുക്കുമ്പോൾ, ലോഡറിൽ കൊടുക്കുക എന്ന് പറയുന്നത് .dll ഫയൽ ഇൻ ദ കേസ് ഓഫ് വിൻഡോസിലാണെങ്കിൽ, അല്ലെങ്കിൽ .so ഫയൽ എന്നുള്ള ഫയലുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ലോഡിങ് നടക്കും. ഈ ലോഡിങ് നടക്കുമ്പോൾ അത് എവിടത്തേക്കാണ് ലോഡർ ചെയ്യുന്നത്? CPU-ലേക്ക് ലോഡ് ചെയ്യും. അതിലൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്രയും 6 സ്റ്റെപ്പുകളാണ് നമ്മളൊരു C പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഒന്നാമത്തത് സ്റ്റെപ്പ് 1 റൈറ്റ് സോഴ്സ് കോഡ്. ദ സെക്കൻഡ് വൺ പ്രീ പ്രോസസ്. ബിഫോർ ദ compilation we need to include header files, that is pre-process. Then third one is compile. The fourth one is link, edit, linking, and fifth one is the load into the CPU, and sixth one is execute in the CPU. ഇതിൽ 3 കാര്യങ്ങളായിട്ട് ഈ 6 സ്റ്റെപ്പിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാം റൈറ്റിംഗ് എന്നുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രോഗ്രാം ബിൽഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ ബിൽഡ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്, കമ്പൈൽ ആൻഡ് ലിങ്ക്, ഈ 3 പ്രോസസ്സിനും കൂടെ നമ്മൾ എന്ത് പറയും? ബിൽഡ് എന്ന് പറയും. ആഫ്റ്റർ ദാറ്റ് ലോഡ് ആൻഡ് എക്സിക്യൂട്ടിന് നമ്മൾ റൺ എന്ന് പറയും. അപ്പോൾ പ്രോഗ്രാം റൺ ചെയ്യാന്ന് പറയുന്നത് ലോഡ് ആൻഡ് എക്സിക്യൂട്ട് ആണ്. കമ്പൈലേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ജനറലായിട്ട് ഈ ബിൽഡിനാണ് പറയുക. അതായത് പ്രീ പ്രോസസ്, കമ്പൈൽ ആൻഡ് ലിങ്ക്, ഈ 3 പ്രോസസ്സിനെ ഒന്നിച്ച് നമ്മൾ ബിൽഡ് എന്ന് പറയും. ലോഡ് ആൻഡ് എക്സിക്യൂട്ടിനെ നമ്മൾ റൺ എന്ന് പറയും. ഇതെല്ലാ 6 പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. So this is the general execution of the program. Then how can we compile and run a C program in Linux? Linuxil നമുക്ക് എങ്ങനെ കമ്പൈൽ ചെയ്യാം, റൺ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്.
A C program code is first compiled by a compiler which converts the string-based code into machine code that can be readable by the computer machine. ഇതാണ് കമ്പൈലർ ചെയ്യുന്നത്. ഓൾ പ്രോഗ്രാമിനെ നമ്മൾ എടുത്തു, അതിനെ നമ്മൾ അതിൻ്റെ പിന്നെ എററൊക്കെ തിരിച്ച് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്പൈലർ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് വൺ ഓഫ് ദ translator we already studied in first semester. Therefore, in the case of Linux, the most common compiler used for C programming is GCC compiler. അപ്പോൾ ലിനക്സിൽ ഉപയോഗിക്കുന്ന C കമ്പൈലറിൻ്റെ പേരാണ് GCC compiler എന്നാണ് പറയുക. It's available in the default repository of many distributors of Linux that can be installed easily using the apt package manager. ഓക്കെ, ഓൾറെഡി ചിലപ്പോൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്നുണ്ടാവും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ലിനക്സും യൂണിക്സിനൊക്കെ ഓൾറെഡി ഡിഫോൾട്ടാണ് സി. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മളൊരു ഒരു കമാൻഡ് ഷെല്ലിൽ കൊടുത്താൽ മതി. നമുക്കത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. sudo apt install gcc എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, GCC കമ്പൈലർ അവിടെ ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, once the GCC package has been installed, now it's the time create a file using the nano editor with the name myfile.c. നമ്മൾ myfile.c എന്നുള്ളൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. The extension .c is the extension that tells the computer the file contains a C program. അപ്പോൾ .c എന്നുള്ള രീതിയിൽ എക്സ്റ്റൻഷനിലാണ് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ അതിൻ്റെ അർത്ഥം അതൊരു C പ്രോഗ്രാം എന്നർത്ഥം. അപ്പം അങ്ങനെ ചെയ്യാൻ നമ്മളൊന്നും ചെയ്യേണ്ട, നാനോ myfile.c എന്ന് കൊടുത്താൽ മതി. അതായത് ഈ നാനോ എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഈ ലിനക്സിൽ പല ടൈപ്പുള്ള എഡിറ്റർ ഉണ്ട്. നമ്മൾ നോട്ട് പാഡിൽ ചെയ്യുന്നത് പോലെ വേർഡ് പാഡിൽ, അതേപോലെ മൈക്രോസോഫ്റ്റ് വേർഡ്, അങ്ങനെ പോലെ ഒരുപാട് നോട്ട് പാഡിൻ്റെ പല മോഡൽസ് വിൻഡോസിലുള്ളതുപോലെ തന്നെ ലിനക്സിൽ അതിനേക്കാൾ വേരിയൻസ്, പല വൈവിധ്യമായിട്ടുള്ള പല പല ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. അതിലുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് നാനോ എഡിറ്റർ. അതേപോലെ VA എഡിറ്റർ, അങ്ങനെ പല പല എഡിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് നാനോ എഡിറ്ററാണ്. അപ്പോൾ നാനോ എഡിറ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നാനോ എഡിറ്ററിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ഷെൽ കമാൻഡായിട്ട് നാനോ myfile.c എന്ന് കൊടുത്താൽ മതി. നമ്മൾ ഈ ഷെല്ല് എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. നമ്മളത് കമ്പൈൽ ചെയ്യുമ്പോൾ ലിനക്സിൽ കമ്പൈൽ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക തിയറി എന്നുള്ളത്. നാനോ myfile.c. ഓക്കെ, അപ്പോൾ നാനോ എഡിറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, myfile.c എന്നുള്ള ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു, അത് സേവ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ആ പ്രോഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. myfile-ൻ്റെ ഉള്ളിലെ കണ്ടൻ്റ് ആണ്. include stdio.jingle ഹെഡർ ഫയൽ കൊടുത്തു, ഇൻറ്റ് മെയിനൊക്കെ കൊടുത്തു, നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അതിൽ പിന്നെ ഇൻറ്റിൻ്റെ സ്മോൾ ആണ്. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അത് നോക്കണ്ട, നമ്മളൊരു പ്രോഗ്രാമർ അതിൽ ടൈപ്പ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എബവ് കോഡ് വി ഇൻക്ലൂഡ് ഹെഡർ ഫയൽ. അതിൽ എന്താണ് കോഡിലുള്ളത്, സ്റ്റുഡിയോ വിച്ച് included the input and output relations information. The main is the function of the program. Printf is used to print output and return 0 for executing from the program. Control S വെച്ച് നമുക്ക് സേവ് ചെയ്യാം. Control X വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ എഡിറ്റർ തന്നെ എക്സിറ്റ് ചെയ്ത് പോരാം. അങ്ങനെ സേവ് കഴിഞ്ഞാൽ അത് സേവ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ആ സേവ് ചെയ്ത ഫയൽ അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ls എന്നുള്ളൊരു കമാൻഡ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. ls is to list all the directories and files in this files in the directory എന്നാണ്. ആ ഡയറക്ടറിയിലുള്ള എല്ലാ ഫയൽസിനെയും ലിസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ലിസ്റ്റ് down the content of the file by using the ls command to verify the creation of the file. അപ്പോൾ ഈ myfile.c എന്നുള്ള ഫയൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. therefore അവിടെ നമുക്ക് ഫയൽ ക്രിയേഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. After the creation of the C program file, then we need to execute that file അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യണം. ആദ്യം കമ്പൈലേഷൻ ചെയ്യണം. The file is successfully created. To compile the file using the GCC compiler using run the following command. ഈ താഴെയുള്ളൊരു കമാൻഡ് നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് അതിനെ കമ്പൈൽ ചെയ്യാം. അതിനുള്ള യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കമ്പൈൽ ചെയ്യാൻ ലിനക്സിൽ യൂസ് ചെയ്യുന്ന GCC കമ്പൈലറിൻ്റെ കമ്പൈലിംഗ് കമാൻഡാണ് GCC itself. GCC കമ്പൈലർ എന്ന് തന്നെയാണ് പറയുക. അതുകൊണ്ട് GCC എന്നുള്ളതാണ് കമ്പൈൽ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യാൻ GCC ഫയൽ നെയിം .c എന്നാണ് കൊടുക്കുക. ഇവിടെ നമ്മളെ ഫയൽ മൈ ഫയലാണ്. therefore GCC myfile.c എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാം കമ്പൈലായി. ആ കമ്പൈൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വി വിൽ ഗെറ്റ് ദ ഫയൽ കോൾഡ് a.out എന്നുള്ള ഫയലാണ് കിട്ടുക. ഇഫ് നോ എറർ മെസ്സേജ് were printed to the screen. അതിൽ എററൊന്നുമില്ല,
എറർ ഉണ്ടെങ്കിൽ നമ്മൾ എറർ തിരുത്തണം. എറർ നമുക്ക് മെസ്സേജ് കാണിക്കും അതിൻ്റെ താഴെ തന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇഫ് എല്ലാ എററും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നൗ വിൽ ഡൂസ് ls യു വിൽ സീ എ ഫയൽ കോൾഡ് a.out. a.out എന്നുള്ളൊരു ഫയൽ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് എ എക്സിക്യൂഷൻ ഫയൽ. ബൈ ഡിഫോൾട്ട് GCC places executable into this file. ഈ ഫയലിൻ്റെ ഉള്ളിലാണ്. ഓവർറൈറ്റിംഗ് എനി എക്സിസ്റ്റിംഗ് ഫയൽ ഓഫ് ദ സെയിം നെയിം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറെ പേര് അതിന് കൊടുക്കാം. യു സ്പെസിഫൈ ദ നെയിം ഓഫ് യുവർ എക്സിക്യൂട്ടബിൾ, സേ മൈ ഫയൽ ബൈ ദ ഫോളോയിങ് നെയിം. നമുക്ക് മൈ ഫയൽ എന്നുള്ള പേരിൽ തന്നെയാണ് നമുക്ക് അതിൻ്റെ എക്സിക്യൂട്ടഡ് ഫയലും കിട്ടണമെങ്കിൽ, എക്സിക്യൂഷൻ ഫയലും കിട്ടണമെങ്കിൽ നമ്മൾ താഴത്തെ കമാൻഡാണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ്? GCC my file dot c -o സ്പേസ് മൈ ഫയൽ എന്ന് കൊടുക്കുക. ഓക്കെ, -o മൈ ഫയൽ എന്ന് കൊടുക്കുക. അതായത് ഔട്ട്പുട്ടിൻ്റെ ഫയലിൻ്റെ പേര് നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? മൈ ഫയൽ തന്നെയാണ്. ഓക്കെ, ദർഫോർ വി വിൽ ഗെറ്റ് ദ മൈ ഫയൽ ഡോട്ട് ഔട്ട് എന്നുള്ള രീതിയിലുള്ള ഔട്ട്പുട്ട് ഫയൽ നമുക്ക് കിട്ടും. ഇങ്ങനെ മുകളിലുള്ള പോലെ കൊടുത്തു കഴിഞ്ഞാൽ a.out പകരം മൈ ഫയൽ ഡോട്ട് ഔട്ട് കിട്ടും. ഇൻ ദ എബോവ് command, the GCC compiler that compiled the file which was created with the name of myfile.c then checks whether it has an error or not. Error ഉണ്ടോ നോക്കും. If there is no error, myfile binary will be generated in the same directory. myfile എന്നുള്ള ഫയൽ നമുക്ക് പിന്നെ ബൈനറി ഫയൽ നമുക്ക് ക്രിയേറ്റ് ആവും. ഓക്കെ, ഔട്ട്പുട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ, റൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ./myfile. ഓക്കെ, ./ പിന്നെ എക്സിക്യൂട്ടഡ് ഫയലിൻ്റെ നെയിം മാത്രം കൊടുത്താൽ മതി, .out കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊക്കെ ഡോളർ സിമ്പിൾ കാണാം. ഇത് നമ്മൾ ഷെൽ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഡോളർ സിമ്പിളാണ് അവിടെ വന്ന് നിൽക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഡോളർ കൊടുക്കുന്നത്. വേറെ കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. ആഫ്റ്റർ ദ കമ്പൈലേഷൻ നമ്മൾ കണ്ടില്ലേ, ഇവിടെ കമ്പൈൽ ചെയ്യുന്നതാണ്. കമ്പൈലേഷൻ എക്സിക്യൂഷൻ ഇൻ ലിനക്സ് GCC myfile.c -o സ്പേസ് മൈ ഫയൽ. ഇത് നമുക്ക് എന്ത് കിട്ടും? പിന്നെ നമുക്കത് കമ്പൈൽ ചെയ്ത് കിട്ടും. കമ്പൈൽ ചെയ്തിട്ട് വേറെ എററും ഇല്ലെങ്കിൽ അവിടെ ഒന്നും ബ്ലാങ്ക് ആയിട്ട് വരിക ചെയ്യാം. അപ്പോൾ ഇത് ലിനക്സിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടെഡിയസ് ടാസ്ക് ആണ്. നമുക്ക് വളരെ കറക്റ്റായിട്ട് പോകണം. കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ട് തന്നെ വിൻഡോസിൽ ചെയ്യുന്നതിനെക്കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലത് ലിനക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ./myfile എന്നുള്ള രീതിയിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ദർഫോർ വി വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് ഹലോ ലിനക്സ് ഹിൻറ്റ് വേൾഡ് എന്ന് നമുക്ക് കിട്ടും. അവിടെ നമുക്ക് കാണാൻ പറ്റും. ദർഫോർ ദിസ് ഇസ് ദ എക്സിക്യൂഷൻ സൈക്കിൾ ഇൻ ലിനക്സിൽ എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് IDEs ഉപയോഗിച്ചിട്ടും വിൻഡോസിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. Therefore, in this lecture we are covered integrated development environments and C program execution, and also in executing the C program in Linux. Okay, thank you.